ഇതുപോലുള്ള ഒരു കിടിലൻ രസം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് മല്ലി ഒരു സോസ് പാനിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചതച്ചത് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ അത് അടുപ്പത്തു നിന്നും മാറ്റി വെക്കുക. ഇതുപോലെ അതിനുശേഷം 2 തക്കാളി എടുത്ത് ഇതുപോലെ ചികളായി പൊളിച്ച് അത് തിളക്കുവാൻ വെക്കുക. അതിലേക്ക് 2 കുടപ്പുളി കഷ്ണമോ അല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊളിയോ പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ട് തിളക്കുവാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ തക്കാളിയുടെ തൊണ്ട് മാറ്റുക. ഒരു ജ്യൂസ് പോലെ കൈകൊണ്ട് പിഴിയുക. എന്നിട്ട് മറ്റൊരു പാത്രം വെച്ച് ഇതുപോലെ ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയോ സാധാരണ മുളക് പൊടിയോ ചേർക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മല്ലിയുടെ വെള്ളം ഇതുപോലെയുള്ള ഒരു അരിപ്പയിലൂടെ അരിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തിളക്കുവാൻ വെക്കുക. പിന്നെ കുറച്ച് അല്പം കായം ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് ചതച്ചത് ഒരു പാത്രത്തിലെടുക്കുക. അതിനുശേഷം അത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിയിച്ചെടുക്കുക. അത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ശർക്കരയുടെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ പുളി വന്നു കഴിഞ്ഞാൽ കുടപ്പുളി ആണെങ്കിൽ എടുത്ത് മാറ്റണം. എന്നിട്ട് അതിന് ശേഷം മുളക്, കടുക്, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ എന്നിവ ഒരു പാത്രത്തിലെടുത്ത് താളിക്കാൻ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും എടുത്ത് വെക്കുക. അതുപോലെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിന് ശേഷം ഉലുവയും കുറച്ച് ജീരകവും ഇട്ട് താളിക്കുക. അതിന് ശേഷം വറ്റൽമുളകും വേപ്പിലയും ഇട്ട് താളിക്കുക.